സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. മരടിലെ ഫ്ളാറ്റ് പൊളിക്കാതിരിക്കാനുള്ള വഴികൾ തേടാൻ സർവകക്ഷി യോഗ തീരുമാനം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കേസിൽ കക്ഷി ചേരണമെന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കും. ഫ്ളാറ്റ് നിർമ്മാതാക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതിനൊപ്പം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. ശബരിമല വിധി യോഗത്തിൽ പരാമർശിച്ച കാനം രാജേന്ദ്രൻ കടുത്ത വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. മരട് ഫ്ളാറ്റ് നിവാസികളെ സംരക്ഷിക്കണമെന്ന പൊതുവികാരമാണ് സർവകക്ഷി യോഗത്തിലുണ്ടായത്. കെട്ടിട നിർമ്മാതാക്കളുടെ ഭാഗത്ത് ഗുരുതര തെറ്റ് സംഭവിച്ചുവെന്നും ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും വിവിധ കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ ഫ്ളാറ്റ് ഉടമകൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന്റെ നഷ്ടപരിഹാരം ഈ ബിൽഡർമാരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കെട്ടിടങ്ങൾക്ക് ഇളവുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മുൻകൈയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി സുപ്രീം കോടതിയിലെ ഉന്നതനായ അഭിഭാഷകൻ തന്നെ ഹാജരാകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിർമ്മാതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. സർക്കാർ നികുതി പണത്തിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അത് ബിൽഡറിൽ തന്നെ നിയമപരമായ ഒരു ബാധ്യതയാക്കി മാറ്റണം. കെട്ടിട നിർമ്മാതാക്കളോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ലെന്ന് പറഞ്ഞ കോടിയേരി തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരും രക്ഷപ്പെട്ടു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. മരടിലെ നീതി എന്ത് എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ ജബ്ബാർ, അദ്ദേഹം മരട് നഗരസഭാ കൗൺസിലറാണ്. അഡ്വക്കേറ്റ് M. ഷംസുദ്ദീൻ ഫ്ളാറ്റ് ഉടമയാണ്. ചാൾസ് ജോർജ് മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ്. ഒപ്പം ശ്രീ KN ഗോപിനാഥ് CPIM-നെ പ്രതിനിധീകരിച്ച്, C. ജയകുമാർ പരിസ്ഥിതി സംഘടനയായ തണലിന്റെ പ്രവർത്തകൻ എന്നിവർ. ചർച്ചയിലേക്ക് ശ്രീ KN ഗോപിനാഥ്, ഫ്ളാറ്റ് ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് സർവകക്ഷി യോഗ തീരുമാനം. എങ്ങനെ? കാനം രാജേന്ദ്രൻ സർവകക്ഷി യോഗത്തിൽ ചോദിച്ചതുപോലെ ശബരിമല കേസിൽ വിധി വന്ന സമയത്ത് അത് ലോ ഓഫ് ദ ലാൻഡാണ്, അത് നടപ്പാക്കുകയല്ലാതെ മറ്റു പോംവഴിയില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. ഇവിടെ ഇതും സുപ്രീം കോടതിയുടെ വിധിയാണ്, ഇത് നടപ്പാക്കുകയല്ലാതെ എന്ത് പോംവഴിയാണുള്ളത്? ശ്രീ ഗോപിനാഥ്, അങ്ങയോടാണ്. ഓക്കെ അല്ല, ശബരിമല വിഷയവും അതുപോലെ മരട് ഫ്ലാറ്റിൻ്റെ വിഷയവും സുപ്രീം കോടതി വിധിയാണെന്നുള്ളതുകൊണ്ട് ഒരു ഏകീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രണ്ട് ഇഷ്യൂസും വച്ചു നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. ശബരിമല ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ആ സാമൂഹ്യ പ്രശ്നം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെ, അവരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതി കൊണ്ടുവന്നൊരു പ്രശ്നമാണ്. ഇവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അത് പാലിക്കാതെ മരടിലെ താമസക്കാരായിട്ടുള്ള 350ഓളം കുടുംബങ്ങളെ, ആ കുടുംബങ്ങളെ കേൾക്കാതെ സുപ്രീം കോടതി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ്. അതിലേക്ക് സുപ്രീം കോടതി എത്തിച്ചതിൽ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ പിടിപ്പുകേടുണ്ട്, ആ കമ്മിറ്റിയുടെ അശ്രദ്ധയുണ്ട്. മനഃപൂർവ്വമാണ് കമ്മിറ്റി അങ്ങനെ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയില്ല. സോൺ 2ലേക്ക് മരട് മുനിസിപ്പാലിറ്റി കൺവേർട്ട് ചെയ്യപ്പെട്ടതൊന്നും ആ റിപ്പോർട്ടിനകത്തൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിൽ ഉണ്ടായിരുന്നത് സർക്കാരിന്റെയും നഗരസഭയുടെയും ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ തീരദേശ പരിപാലന നിയമം എന്നുള്ളത് തീരദേശത്തിൻ്റെ സംരക്ഷണത്തിനും തീരദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും കൊണ്ടുവന്ന ഒരു നിയമമാണ്. ആ നിയമം മാൻഡേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉള്ളത്. അവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഒരു കെട്ടിടം ഉയർത്തി എന്ന പ്രശ്നം, നിങ്ങളിപ്പോൾ മനുഷ്യാവകാശം, മനുഷ്യർ താമസിക്കുന്ന പ്രശ്നം എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ? അങ്ങനെ ഏത് നിയമലംഘനവും സാധൂകരിക്കപ്പെടാമോ? അഭിലാഷേ, അതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. ഒന്ന്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവിടവും അവരവും കഴിഞ്ഞിട്ട് 26 കൊല്ലമായി അവിടെ താമസിക്കുന്ന ആളുകളോട് നാളെ അങ്ങ് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞാൽ അവരവരുടെ നിരപരാധിത്വം പറയുകയാണ്. ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റുകളും കൃത്യമായി കാണിച്ച് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അവിടെ കോസ്റ്റൽ സോൺ അതോറിറ്റി അവരുടെ മാനേജ്മെൻറ്റ്, CRZ മാനേജ്മെൻറ്റ് കോടതിയിൽ അവരെ ചേർത്തുകൊണ്ടുള്ള പരാമർശം ഇവരുടെ ലൈസൻസിങ്ങിലോ കൺസെൻറ്റിനോ എന്തോ വന്നു എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല.
അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ എഴുതാപ്പുറം വായിച്ചുകൊണ്ടൊരു വിധി കൊണ്ടുവന്നിട്ടാണ് ഇവരെ ഒഴിവാക്കണം തീരുമാനിച്ചത്. അവിടെ വിഷയം ഇത് അനുവദിക്കപ്പെടാമായിരുന്നോ? പഞ്ചായത്ത് എന്തായിരുന്നു ചെയ്തത്? KMBR റൂൾ അനുസരിച്ച് പഞ്ചായത്ത് കൗൺസിലിനകത്ത് അജണ്ട വരാതെയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചത്? കൗൺസിലിൽ അജണ്ട വരേണ്ട കാര്യമില്ല. നിലവിലുള്ള KMBR റൂൾ അനുസരിച്ച് കൗൺസിലിൽ പോകേണ്ട കാര്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ പ്രശ്നത്തിൽ ശ്യാമള ചെയർപേഴ്സൺ ആയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തു പറഞ്ഞിട്ട് കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ജാഗ്രത കുറവോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ലംഘനമോ അല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൃത്യമായും പാലിക്കേണ്ടിയിരുന്ന നിബന്ധനകൾ പാലിക്കാതിരുന്നു. അപ്പോൾ ആ പാലിക്കാതിരുന്നു എന്നുള്ളത് നിയമലംഘനമാണ്. താങ്കൾ സൂചിപ്പിച്ച അവിടെ താമസിക്കുന്ന ആളുകളുടെ ആശങ്ക ന്യായവും. പക്ഷേ ഇപ്പോൾ സർവകക്ഷികളും ചേർന്നുകൊണ്ട് ഈ നിയമലംഘനത്തെ, ഈ ബിൽഡർമാർ നടത്തിയിട്ടുള്ള നിയമലംഘനത്തെ സാധൂകരിക്കുകയാണോ, അതിന് വെള്ളപൂശുകയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അല്ല ബിൽഡർമാർ ഇനിയിപ്പോൾ കോടതി റെഗുലറൈസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ DLFൻ്റെ കാര്യത്തിൽ 1 കോടി രൂപ അടച്ച് റെഗുലറൈസ് ചെയ്തതുപോലെ ആ പൈസ അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അല്ല അടയ്ക്കേണ്ടത്, ഇപ്പോൾ താമസിക്കുന്ന ആളുകളല്ല, അത് ബിൽഡർമാരിൽ നിന്ന് തന്നെ ഈടാക്കണം. അതിനകത്ത് തർക്കമൊന്നുമില്ല. അത് കോടതിയാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. പൊളിച്ചങ്ങ് കളഞ്ഞോളാൻ പറഞ്ഞാൽ 10-30 കോടി രൂപ വെച്ചിട്ട് മരട് മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ ഖജനാവിലെ ജനങ്ങളുടെ പണം എടുത്തിട്ട് ഈ അനധികൃതമായി ചെയ്ത കാര്യം പൊളിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയണതല്ല. അതൊക്കെ കോടതിയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്. അവിടെ മാനുഷിക നീതി എന്നുള്ള ആ താമസക്കാരിൽ ലംഘിക്കപ്പെട്ട പ്രശ്നം പ്രത്യേകം കാണുകയും ബിൽഡറും ബിൽഡറെ അനുവദിച്ച കാര്യവും പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം. ശരി, ഓക്കെ. ശ്രീ പി പ്രസാദ്, CPI നേതാവ്. ശ്രീ പി പ്രസാദ്, CPI ആണ് വ്യത്യസ്തമായ നിലപാടെടുത്ത ഒരു പാർട്ടി. എന്തുകൊണ്ട്? ആ ഫ്ളാറ്റുകളിൽ അന്തേവാസികളായിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഒരു നിയമപ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ആളുകൾ ആ ഫ്ലാറ്റ് വാങ്ങുമായിരുന്നില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും കൊടുത്തു വാങ്ങിയിട്ടുള്ള ഫ്ലാറ്റുകൾ അവയ്ക്കുള്ളിലുണ്ട്. ഇങ്ങനൊരു നിയമലംഘനമുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതുമാണ്. പക്ഷേ ആ ഫ്ലാറ്റുകളിലെ അന്തേവാസികൾ അതിന് അവരുടെ എന്ത് പിഴയാണ് മൂളേണ്ടത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ആ വശം CPI കാണുന്നില്ലേ? അല്ല, ഇതിനകത്ത് നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു രാജ്യത്തൊരു നിയമമുണ്ട്. നിയമവാഴ്ച നടപ്പിലാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിയമലംഘനത്തിനൊപ്പം ഞങ്ങൾ ചേരും എന്ന് പറയാൻ കഴിയുക? നിയമവാഴ്ച നടപ്പിലാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിയമവാഴ്ച ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അരാജകത്വമാണ്. ഇവിടെ ഈ സുപ്രീം കോടതി ഈ നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് അങ്ങേയറ്റത്തെ അരാജകത്വമായിരിക്കും. ഈ നാട്ടിൽ എന്ത് നിയമലംഘനവും നടത്താൻ കഴിയും എന്നുള്ള ഒരു രീതിയായിരിക്കും. അവിടെ അനധികൃതമായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കും. DLFന് 1 കോടി മാത്രമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇനി ഒരു ചെറിയ എമൗണ്ട് മാത്രം ഇതിനു വേണ്ടി കൊടുത്താൽ മതി, പെനാൽറ്റി അടച്ചാൽ മതി, നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇതൊരിക്കലും ശരിയായ കാര്യമല്ല. ശരി, അല്ല അവിടെയുള്ള ഒരു പ്രശ്നം ശ്രീ പി പ്രസാദ്, അങ്ങനെയാണെങ്കിൽ ഇത് പൊളിച്ചു കളയുകയാണോ പോം വഴി എന്ന പ്രശ്നമുണ്ട്. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം, അത് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. 30 കോടി രൂപയുടെ ചെലവുണ്ട്. ഈ പരിസ്ഥിതി ദുർബല മേഖലയിൽ ഈ 5 കൂറ്റൻ ബഹുനില മന്ദിരങ്ങൾ നിശേഷം നിർമ്മാർജ്ജനം ചെയ്ത് ആ വേസ്റ്റ് എവിടെ ഇടുമെന്ന് പോലും നമുക്കറിയില്ല. അതൊരു പോം വഴിയാണോ എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ? അല്ല, നമുക്ക് ഈ പരിസ്ഥിതി നിയമങ്ങളെ എല്ലാം ലംഘിക്കുന്നവർ പെട്ടെന്ന് വന്ന് പറയുകയാണ് പൊളിക്കുമ്പോൾ വലിയ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്നു, നാശം. എത്ര ലജ്ജാകരമായ അസംബന്ധങ്ങളാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ പരിസ്ഥിതിയോട് ഇത്രമാത്രം താല്പര്യമുള്ളവർ ഇത്ര ദുർബലമായ പ്രദേശങ്ങളിൽ കെട്ടിടം നിർമ്മിക്കാൻ പാടുണ്ടായിരുന്നോ? ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചു നിന്നവർ വന്ന് പറയുകയാണ്, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും, പൊടിയുടെ പ്രശ്നം ഉണ്ടാകും എന്നെല്ലാം പറയുകയാണ്. ഞാൻ നേരത്തെ ഒരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാദഗതിയാണ്. ഞങ്ങൾ നിയമം ലംഘിക്കും, എന്നിട്ട് ഞങ്ങൾ പറയും വലിയ പ്രശ്നമായി തീരുമെന്ന് പറയും. ഇത് യോജിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. നമുക്ക് പ്രകൃതിയിൽ അത്രമേൽ ഇടപെടാൻ കഴിയുകയേയില്ല. അത്യന്തം ലോലമായ ഒരു ഭൂപ്രദേശമാണ്, പാരിസ്ഥിതികമായി ലോലമായ പ്രദേശമാണ്. അവിടെ നിയമങ്ങൾ പാലിച്ചേ മതിയാവും. ഇവിടെ നമുക്കുള്ള നമ്മുടെ ബിൽഡിംഗ് റൂൾസ് തന്നെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ആ ബിൽഡിംഗ് റൂൾസ് തീരദേശ നിയന്ത്രണ മേഖലകളിലെ കെട്ടിട നിർമ്മാണം, ഭൂവികസനം, പുനർനിർമ്മാണം, ഈ കാര്യങ്ങളിലെല്ലാം പരിസ്ഥിതി സംരക്ഷണ നിയമവും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷനുകളുമെല്ലാം അതോറിറ്റികൾ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷൻ ബാധകമായിരിക്കും എന്ന ചട്ടം ബിൽഡിംഗ് റൂൾസിൽ ഉള്ളയിടത്താണ് ഇതെല്ലാം നടന്നത്. ശരി, ദയവായി അതുകൊണ്ടാണ് ആ നിലപാട്. ഞാൻ അങ്ങയിലേക്ക് വരാൻ, ദയവായി തുടരുക. ഷംസുദ്ദീൻ, ഇന്നിപ്പോ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം
അവിടുത്തെ 2 ഫ്ലാറ്റുകളെ സംബന്ധിച്ച് അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ നമ്പർ UA നമ്പറാണ്. അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന് കൊടുക്കുന്ന നമ്പർ വാങ്ങിക്കൊണ്ടാണ്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഈ നിർമ്മാതാക്കൾ, ഈ ഫ്ലാറ്റ് നിർമ്മിച്ച ആളുകൾ, അതിലെ ഉടമകൾക്ക് ഈ ഫ്ലാറ്റുകൾ കൈമാറിയിട്ടുള്ളത്. ഇതൊക്കെ ഈ ഫ്ലാറ്റ് ഉടമകൾ അറിയാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു നിബന്ധന, അതായത് ഒരു കോടതി വിധിക്ക് അനുസൃതമായിട്ട് ഇക്കാര്യത്തിലെ ഒക്കുപ്പൻസി ഉണ്ടാകൂ എന്ന ഒരു പ്രീ കണ്ടീഷൻ പോലും ഉണ്ടായിട്ട് ഞങ്ങളിതൊന്നും അറിയുമായിരുന്നില്ല, നിഷ്കളങ്കമായി ഞങ്ങൾ ഈ ചതിയിൽ പോയി വീണു എന്ന് ഫ്ലാറ്റ് ഉടമകൾക്ക് പറയാൻ കഴിയുമോ? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫ്ലാറ്റിൽ അൺഓതറൈസ്ഡ് നമ്പർ അല്ല. അതുപോലെ കായലോരം എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിലും അൺഓതറൈസ്ഡ് നമ്പർ അല്ല. അവിടെ എല്ലാം കറക്റ്റായിട്ടുള്ള നമ്പറാണുള്ളത്. ഇപ്പോൾ ജെയിൻ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിലാണ് ഈ പറഞ്ഞേക്കുന്നത് വന്നിട്ടുള്ളത്. അതിന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഫയർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ആ കാരണത്താലാണ് അൺഓതറൈസ്ഡ് നമ്പർ എന്നിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അൺഓതറൈസ്ഡ് നമ്പർ ഇട്ട് ആദ്യം കൊടുത്ത വേറെ ആൽഫ എന്ന് പറയുന്നൊരു ഫ്ലാറ്റുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്, ആദ്യം ഹൈക്കോടതിയിലെ കേസിൻ്റെ വിധി വന്ന് ബിൽഡർക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ ഹൈക്കോടതി നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു. മുനിസിപ്പാലിറ്റി അപ്പീൽ പോകാനുള്ള അവസരത്തിലായതുകൊണ്ട് അൺഓതറൈസ്ഡ് നമ്പർ ഇട്ട് കൊടുത്തു. കാരണം അപ്പീൽ വിധിയും കൂടെ വന്നതിന് ശേഷം ഓതറൈസ്ഡ് നമ്പറാക്കി കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് അൺഓതറൈസ്ഡ് നമ്പറായിട്ട് കൊടുത്തത്. പക്ഷേ അൺഓതറൈസ്ഡ് നമ്പർ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവർ ഒരു കണ്ടീഷൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ബിൽഡിങ് എന്ത് വന്നാലും ബിൽഡർ വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള അണ്ടർടേക്കിങ്ങും ബിൽഡറുടെ കയ്യിൽ നിന്ന് മുനിസിപ്പാലിറ്റി വാങ്ങിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നിയമം ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധി മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബിൽഡർ തന്നെ ഇത് പൊളിച്ചു മാറ്റിക്കൊള്ളാവുന്നും നിങ്ങൾ ചിലവെടുത്തോളാവുന്നും, അങ്ങനെ നിങ്ങൾ പൊളിച്ചു കളയാൻ പറ്റാത്ത വരുന്ന സാഹചര്യമുണ്ടായാൽ മുനിസിപ്പാലിറ്റി പൊളിക്കുകയാണെങ്കിൽ അതിന് ചിലവ് വരുന്ന തുക മൊത്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കി എടുത്തുകൊള്ളാം എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് അവർ വാങ്ങിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സാധനം മുനിസിപ്പാലിറ്റിയുടെ കയ്യിലും ഇല്ല. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഹൈക്കോടതിയുടെ വിധി ബിൽഡർക്ക് വീണ്ടും അനുകൂലമായിട്ട് വന്നപ്പോൾ അതിനുശേഷം കൊടുത്തിരിക്കുന്ന എല്ലാ ഫ്ലാറ്റുകൾക്കും ഓതറൈസ്ഡ് നമ്പർ തന്നെയാണ് ഇട്ട് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ബിൽഡിങ്ങിൽ, ഈ ഹോളി ഫെയ്ത്ത് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ ആർക്കും അൺഓതറൈസ്ഡ് നമ്പർ കൊടുത്തായിട്ട് എനിക്കറിയില്ല. ശരി, ശ്രീ C. ജയകുമാർ, ഇപ്പോൾ എല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫ്ലാറ്റ് ഉടമകൾക്ക് സഹായകരമായ നിലപാടെടുക്കുക എന്നുള്ളതാണ്. അത് ഏതർത്ഥത്തിൽ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് സുപ്രീം കോടതി ഉത്തരവാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഫ്ലാറ്റ് ഉടമകളുടെ പ്രശ്നങ്ങൾ കൂടി ധരിപ്പിക്കുകയും ഇപ്പോൾ ഇത് CRZ 2-ലാണ് എന്നറിയിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരവിൽ ഒരു ഭേദഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഇതാണിപ്പോൾ സർക്കാരിൻ്റെ മുൻപിലുള്ളത്. അതൊരു ശരിയായ സമീപനമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ അഭിലാഷ് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുള്ളൂ. ഒരു പക്ഷേ ചാൾസ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 10-18 വർഷമായിട്ട് കേരളത്തിൻ്റെ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരാൾക്ക് പോലും പെർമനൻറ്റ് നമ്പർ കൊടുക്കാനായിട്ട് ഒരു പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തയ്യാറായിട്ടുള്ളൊരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അത് CRZ വരുന്നതിന് മുന്നേ പാരമ്പര്യമായിട്ട് അവിടെ താമസിച്ചിരുന്ന, അവിടെ ഉപജീവനം നടത്തിയിരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് നിഷേധിച്ചിട്ടുള്ളൊരു സംസ്ഥാനത്താണ് നമ്മളിന്ന്. എന്തോ ആയിക്കോട്ടെ, കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പൊളിക്കണമെന്നോ പൊളിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെ വളരെ കാര്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുള്ളത്, ഇതിൽ എനിക്ക് ഈ മൊത്തം മരടിലെ ഫ്ലാറ്റുകളെക്കുറിച്ച് ഞാൻ കാണുന്നത് വേറൊരു കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊരു അർത്ഥത്തിലാണ്. അത് ശാസ്ത്രത്തിൻ്റെ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2040-ലോ 2060-ലോ 80-ലോ ഒരു നിലയാണോ 2 നിലയാണോ, അത് ഒരു മാസം കൊണ്ടാണോ 10 വർഷം കൊണ്ടാണോ വെള്ളത്തിനടിയിലാകുന്നതെന്ന് സംശയമുള്ള നെഗറ്റീവ് അസറ്റ് ആകാൻ പോകുന്നൊരു ബിൽഡിങ്ങിൽ നമ്മൾ പരിസ്ഥിതി നിയമങ്ങളെക്കുറിച്ച്, നമ്മൾ കൊച്ചിയിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് പരിസ്ഥിതിയോട് നമ്മൾ കാണിക്കുന്ന പുറംതിരിഞ്ഞത്. അത് ഏത് കാര്യമാണ് നമുക്ക് ഏറ്റവും അവസാനം സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് പരിസ്ഥിതി എന്നുള്ളൊരു ഇടത്ത്. ഒരു പക്ഷേ ഇന്ന് നമുക്ക് കൊച്ചിയിൽ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ വെള്ളിയാഴ്ച ദർബാർ ഹാളിൽ രാവിലെ 9 മണിക്ക് അഭിരാമി മനോഹർ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി 16 വയസ്സുകാരി ഫ്രൈഡേ സ്ട്രൈക്കിന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ അവിടെ പോവുകയാണ് ഇപ്പം വേണ്ടത്. കാരണം ഈ കെട്ടിടം എന്തായാലും ഒരു 10-40 വർഷത്തിനുള്ളിൽ ഒരു 15 അടി തൊട്ട് ഒരു 30 അടി വരെ വെള്ളത്തിൽ പോകുന്നതാണ്. സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പണി പൂർത്തിയായിട്ടുള്ളതോ ചാളകളോ അല്ലെങ്കിൽ അവർ പണിതിട്ടുള്ള കൊച്ചു കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് നമ്പർ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അതായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ പ്രോട്ടോക്കോൾ നോക്കുകയാണെങ്കിൽ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ ചാൾസ് ജോർജ്, ഈ തീരദേശ പരിപാലന നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ തീരദേശ ജനതയുടെ ഉപജീവന സംരക്ഷണം എന്നുള്ളതാണ്. പക്ഷേ
നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ CRZ റെഗുലേഷൻ കാരണം തീരദേശത്തെ സാധാരണ വീട് നിർമ്മാണം അടക്കം പ്രതിസന്ധിയിലായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ ഇപ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫ്ളാറ്റ് ഉടമകളുടെ മനുഷ്യാവകാശം മാനിച്ച് അവർക്ക് ഈ നിയമലംഘനം നടത്തിയിട്ടുള്ള കെട്ടിടങ്ങൾക്ക് സാധൂകരണം വേണമെന്ന് ഈ സംസ്ഥാനത്തെ ഒട്ടുമിക്കവാറും രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനിക്കുന്നു. യോജിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഒരു 3 ദുരന്തങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, ഈ പ്രൊജക്റ്റ് അഫക്റ്റഡ് പീപ്പിളായി നിൽക്കുന്ന, അതാണ് PAP, പുതിയൊരു വാക്കാണ്, സംജ്ഞയാണ് വൊക്കാബുലറിയിൽ, അതായി മാറിയിരിക്കുന്ന ഫ്ലാറ്റ് ഉടമകൾ. 2, ഇത്തരം പ്രൊജക്റ്റ് കൊണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന വേമ്പനാട് കായൽ. 3, വരുന്ന ഭാവിയിൽ കടലോരത്തു നിന്നും കായലോരത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്ന 10,000-കണക്കായ മത്സ്യത്തൊഴിലാളികൾ. ഇതിലേത് ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളതാണ്. ഞാൻ പറയും ഈ നിയമം നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം എടുത്തു നോക്ക്. കേരളം 2ാമത്തെ പ്രളയം വന്നു. ആ പ്രളയത്തിന് തൊട്ട് മുമ്പ് ആദ്യം വന്ന പ്രളയമല്ല, കടലാക്രമണമാണ്. എവിടെയാണ് വന്നതെന്നറിയോ? ആദ്യം വലിയ തുറ, 2 ചെല്ലാനം, 3 ആലപ്പാട്. ഈ 3 മേഖലയിലും അത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൂടിയുണ്ട്, അതോടൊപ്പം മനുഷ്യനിർമ്മിതമായ വികസനത്തിൻ്റെ ദുരന്ത ഫലം കൂടി ഉണ്ട്. 2 പ്രളയത്തിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഞാൻ ആദ്യം ഒരു അഭിപ്രായം പറയട്ടെ. ഈ ഫ്ലാറ്റ് ഉടമകളെ ഒപ്പം നിർത്തുകയും അവർക്ക് മാന്യമായ സംരക്ഷണവും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് പ്രഥമ ദൗത്യം. പൊള്യൂട്ടർ പേ എന്നതാണ് 1986 പരിസ്ഥിതി നിയമത്തിൻ്റെ ഒരു ഫലം. അതുകൊണ്ട് ഇപ്പോഴിരിക്കുന്ന എന്താണ്, എല്ലാ ആളുകളും ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് എങ്ങനെ നിയമവാഴ്ചയെ ലംഘിക്കാമെന്നാണ്. ഒറ്റക്കാരി ഈ നിയമത്തിൽ 2 ഘടകങ്ങളുണ്ട്. പൊള്യൂട്ടർ പേ ഇത്രയും 4 മാസമായി കഴിഞ്ഞിരിക്കുന്നു വിധി വന്നിട്ട്. ഒരൊറ്റ ഫ്ലാറ്റ് ഉടമയും തങ്ങളെ ചീറ്റ് ചെയ്ത ഈ നിർമ്മാതാക്കൾക്കെതിരെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു വഞ്ചനയാണ് നടന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഉടമകൾ ഈ സർക്കാരിനെ, ഈ മുനിസിപ്പാലിറ്റിയെ, ഈ സംവിധാനങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഇത് മേടിച്ചേക്കണം. അവർ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിയമവാഴ്ച നടപ്പാക്കപ്പെടണം. ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷയാണ്. ആ കൊലപാതകം ശിക്ഷ കൊടുക്കുമ്പോൾ ആ വീടുകളിലെ ദുരന്താനുഭവം നോക്കാറില്ലോ. നിയമവാഴ്ചകൾ പലപ്പോഴും നിർദ്ദയമായി പോകും. അതിന് മാനസിക മുഖമൊക്കെ വരേണ്ടതുണ്ട് എന്ന അഭിപ്രായം നമുക്കുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചർച്ച യഥാർത്ഥത്തിൽ അതിന് ആത്യന്തിക ലക്ഷ്യം ഈ നിയമത്തെ തന്നെ പൊളിച്ചെഴുതുക എന്ന നിലയിലാണ്. 2ാമത്തെ കാര്യം, ഇതിലേത് വശമാണ്? ഇപ്പോൾ ഗോപിനാഥ് പറഞ്ഞു CRZ 2 ആയിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. അല്ല. ഈ നിയമത്തെക്കുറിച്ചുള്ള പരിപൂർണമായ അജ്ഞതയുടെ ഭാഗമായി 2 ചർച്ച കേരളത്തിൽ നടക്കുന്നു. ഒന്ന്, CRZ 2 ആയിക്കഴിഞ്ഞാൽ ഇത് റെഗുലറൈസ് ചെയ്യപ്പെടും എന്ന വിഷയം. 2, ഈ കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് അതിലും വലിയ കെട്ടിടങ്ങൾ പണിയാമെന്ന 2 പച്ചക്കള്ളങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ CRZ 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1, CRZ 2 ഒരു ബിൽഡിംഗ് ഉണ്ടാകണമെങ്കിൽ ആ ബിൽഡിങ്ങിനും കായലിനുമിടയിൽ ദൂരം വേണം. അതിനിടയിൽ ഒരു ഓതറൈസ്ഡ് ബിൽഡിംഗ്, നിയമപ്രകാരം രജിസ്ട്രേഷനുള്ള നമ്പർ ഇട്ടിട്ടുള്ള ഒരു ബിൽഡിങ്ങോ ഒരു റോഡോ വേണം. നിങ്ങൾ ഇതുവരെ ഈ മാധ്യമക്കാരും ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ പോയി ഈ കായലിൻ്റെയും കെട്ടിടത്തിൻ്റെയും അകലമൊന്നും നോക്കിയിട്ടുണ്ടോ? അപ്പോൾ CRZ 2 ഒരൊറ്റ കെട്ടിടവും പാലിച്ചിട്ടില്ല. 2ാമത്തെ പ്രശ്നം, ഇതിൻ്റെ കാലം 1991 ഫെബ്രുവരി 19 ശേഷം ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമലംഘനമായി തുടരും എന്നതാണ് ഈ നിയമം. 2014 നിയമം പുതുക്കിയപ്പോഴും അത് അതിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2019 ആയപ്പോൾ പുതിയതായി നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. അതായത് 91 ഫെബ്രുവരി 19 ശേഷമാണ് ഈ കെട്ടിടങ്ങൾ പണിതത്. അത് വയലേഷൻ ഓഫ് ദ ലോയാണ്. CRZ 2 വയലേഷനാണ്. ഇപ്പോൾ പുതിയ നിയമപ്രകാരം അത് എന്തായി മാറി? CRZ 4 ആയിരിക്കാൻ. 4 എന്ന് പറഞ്ഞാൽ ദ്വീപുകളായിരിക്കാം. ആ ദ്വീപിനകത്താണെങ്കിലും പഴയ നിയമപ്രകാരം എക്സിസ്റ്റിംഗ് ലോ പ്രകാരം. ശരി, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജബ്ബാർ, മുനിസിപ്പാലിറ്റിയാണ് ഈ കെട്ടിടങ്ങൾക്ക് ഒക്യുപ്പൻസി നമ്പർ കൊടുത്തത്. മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് അന്തേവാസികളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ആർക്കെങ്കിലും താൽക്കാലിക പുനരധിവാസം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് ഫ്ലാറ്റ് അന്തേവാസികളെ അറിയിച്ചതും മുനിസിപ്പാലിറ്റിയാണ്. ആദ്യം പറഞ്ഞ ഒരു കാര്യം ഒഴിച്ച് 2ാമത്തെ കാര്യങ്ങൾക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഫ്ലാറ്റ് ഉടമകളുടെ പക്ഷത്തു നിന്ന്. എന്തായാലും കോടതി ഒരു ടൈം ലൈൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും കോടതി ഇലക്ഷൻ വരും. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി സമാധാനം പറയേണ്ടി വരികയും ചെയ്യും. എന്താണ് മുനിസിപ്പാലിറ്റിയുടെ മുൻപിലുള്ളത്? എന്ത് ചെയ്യും?
അല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയാണ് ഇതിന് ഒക്യുപ്പൻസിയും നമ്പറും കൊടുത്തത് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരമാണ് നമ്മുടെ നഗരസഭ ആയപ്പോൾ ഇതിന് ഒക്യുപ്പൻസി കൊടുക്കാനും അതിന് നമ്പർ കൊടുക്കാനും നമുക്ക് തീരുമാനം വന്നത്. അതിനു മുമ്പൊരു കാര്യം, ഈ 95 മുതൽ 2005 വരെ ഇവിടെ ഭരിച്ചിരുന്ന മിസ്റ്റർ പ്രസാദ്, സഖാവ് പ്രസാദ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നത്. അതല്ല, ഇത് നടപ്പിലാക്കുമ്പോൾ ഈ CPIയുടെ കൗൺസിലർ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നല്ലോ. ഈ ഭരണസമിതി മൃഗീയ ഭൂരിപക്ഷത്തിൽ ദേവസ്വത്തിലൂടെ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് അവിടുത്തെ അപ്പുറത്തെ മുറിയിലിരിക്കുന്ന മിസ്റ്റർ അഷ്റഫിനെ കൊണ്ട് നമ്പർ ഇടിക്കുമ്പോൾ പെർമിറ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പാർട്ടിയുള്ള ആളുകളുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പണിത 4 ഫ്ലാറ്റിൻ്റെയും തൊട്ടടുത്ത് ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് അവിടെ ജനങ്ങൾക്ക് താമസക്കുറവായിരുന്നു. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു പൊളിക്കേണ്ട കണക്ക് 750 മീറ്റർ ആണെങ്കിൽ ഏകദേശം 400 വീടുകളുണ്ട്. അല്ല, തൊട്ടടുത്ത് 50 മീറ്റർ ആണെങ്കിൽ തന്നെ 40ഉം 50ഉം വീടുകൾ ഇന്നും സാധാരണ പഴയ കെട്ടിടങ്ങളാണ്. ഇത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്ന് നിൽക്കുന്നു. രണ്ടാമത് അവിടെ സ്ഥിരതാമസക്കാരായ പാവപ്പെട്ടവർ സാധാരണക്കാരുണ്ട്. ഇത് പൊടിച്ചടുക്കുമ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നഗരസഭയ്ക്ക് കാണാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ പറയും, ഇവിടെ ഘോര പറയുന്ന എല്ലാവരും തന്നെ ഇതിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ, ഞാൻ പറയും, ഈ അഷ്റഫിനെ പിടിക്കുമ്പോൾ, കൈക്കൂലി കേസ് പിടിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിന് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൈക്കൂലി വെച്ചത്. തൊട്ടപ്പുറത്ത് പോലെ ദേവസ്വം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പോലും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി പറഞ്ഞു, അദ്ദേഹം അനങ്ങിയില്ല എന്നാണ്. അന്നും ഈ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഈ LDFന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് അന്ന് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അതാണ് ആക്ഷേപം. നമ്മൾ ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലല്ലോ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അവിടെ ശ്രീ P. പ്രസാദ് ഇപ്പോൾ ഈ പരിസ്ഥിതി നിയമലംഘനം പൊറുപ്പിക്കേണ്ടതല്ല എന്ന നിലപാട് എടുക്കുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചരിത്രമുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള ചരിത്രമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF മരട് പഞ്ചായത്തായിരിക്കുമ്പോൾ ഭരിച്ചിരുന്ന സമയത്താണ് ഈ തീരദേശ പരിപാലന നിയമം ലംഘിച്ചുകൊണ്ട് വഴിവിട്ട് ഈ ബിൽഡർമാർക്ക് അനുമതികൾ ലഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ നഗരാസൂത്രണ വിഭാഗത്തിൻ്റെ വിജിലൻസ് ഇക്കാര്യത്തിൽ ഈ നിയമലംഘനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി അവരുടെ വിദഗ്ധ സമിതിയെ കൊണ്ട് പഠനം നടത്തി ഇക്കാര്യത്തിൽ ഇവിടെ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നതും. ആ ഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണ പൂർത്തീകരണം നടന്നിട്ടില്ല എല്ലാ ഫ്ലാറ്റുകളുടെയും. ആ ഇടപെടാൻ കൃത്യമായ അവസരങ്ങൾ ഉണ്ടായിരുന്ന, സ്പേസ് ഉണ്ടായിരുന്ന സമയത്ത് ഇടപെടാതെ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഈ ഉടമകൾ ഈ ഫ്ലാറ്റുകൾ അവിടെ നിന്ന് വാങ്ങിച്ച് അവരവിടെ താമസവും തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് ഇനി ഇവരിറങ്ങട്ടെ, ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് കളയാമെന്ന് പറയുന്നതിനകത്തൊരു യുക്തിയില്ല. ഇല്ല, അത് ശരിയായ വാദഗതിയല്ല, യുക്തി തന്നെയാണ്. ഈ കാര്യത്തിനകത്ത് അവർക്ക് അവിടെ നോട്ടീസ് കൊടുത്തപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ചരിത്രങ്ങളിലേക്കും പോവുകയല്ല. എന്നാണ് അവർക്ക് നോട്ടീസ് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാണ് വിജിലൻസിന്റെ ടൗൺ പ്ലാനർ, സീനിയർ ടൗൺ പ്ലാനർ വന്ന് പരിശോധിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഷോക്ക് കോസ്റ്റ് നോട്ടീസ് കിട്ടുമ്പോൾ ആ ഷോക്ക് കോസ്റ്റ് നോട്ടീസിന് സ്റ്റേ കൊടുത്ത ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങേരുടെ പ്രത്യേകമായ ഇടപെടലിന്റെ ഫലമായിട്ട് ഇതിന്റെ നിർമ്മാണങ്ങൾ വീണ്ടും ആരംഭിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലും CPIയുടെ പ്രതിനിധി, അവിടെ ഉണ്ടായിരുന്നൊരു CPI അംഗം അതിനകത്ത് പങ്കാളിത്തമാണ്. ഇവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി ഉന്നയിക്കണം, അതൊക്കെ പറയണം. ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് പറയുന്നു, ഈ CRZ കാര്യത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് ആരംഭം മുതൽ പറയുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. CPIക്ക് ആ ഒറ്റ നിലപാട് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാണാവള്ളിയിലെ കാപ്പിക്കോ എന്ന ഒരു റിസോർട്ട് ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ AITUC നേതാവായ CP പത്മനാഭൻ എന്നയാൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അത് പൊളിക്കാൻ ഉത്തരവിട്ടതാണ് എന്നും കൂടി മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ഒറ്റ ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. നിലപാടിൽ കാലാകാലങ്ങളായി വെള്ളം ചേർത്തിട്ടേ ഇല്ല. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വേറെ ആർക്കോ വേണ്ടിയുള്ള ഒരു കാര്യമല്ല എന്ന് മലയാളിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ട അവസരത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് ഒത്തുതീർപ്പുകൾ പാടില്ല. ശരി, ഒത്തുതീർപ്പുകൾ പാടില്ല എന്നുള്ളതാണ് നിലപാട്. ഞാൻ വരാം. പക്ഷേ KN ഗോപിനാഥ്, മരടിലെ നിയമലംഘനങ്ങൾ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണല്ലോ. ഞാനിവിടെ സൂചിപ്പിച്ചതുമാതിരി വിവിധ ഘട്ടങ്ങളിൽ അതാത് കാലത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിദഗ്ധ സമിതികളാകട്ടെ, വിജിലൻസ് ആകട്ടെ, ഇതിലെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വന്നിട്ടുള്ളതുമാണ്. അതിനിടയിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട്
സാധൂകരിക്കപ്പെട്ടു എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പഠിച്ച എല്ലാ സമിതികളും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെയിരിക്കെ ഈ നിയമലംഘനത്തെ ഏതെങ്കിലും തരത്തിൽ വെള്ളപൂശുക എന്നുള്ളത് അസാധ്യമല്ലേ? ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഇതിപ്പോൾ CRZ-2 ആണ്, ഇനിയിപ്പോൾ ഇവിടെ കെട്ടിടം പണിയുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന ന്യായം ഏതെങ്കിലും തരത്തിൽ ഇവിടെ നടന്നിട്ടുള്ള നിയമലംഘനങ്ങളെ ഒഴിവാക്കുന്നതല്ലല്ലോ. അല്ല, ഈ ഫ്ലാറ്റ് ഉടമകളുടെ കാര്യത്തിൽ ഒരു നീതി ഉണ്ടാവണം എന്ന് പറയുന്നവരെല്ലാം നിയമം ലംഘിക്കുന്നവരാണ് എന്നുള്ള നിലയൊരു വ്യാഖ്യാനമൊന്നും ആരും നടത്തേണ്ട കാര്യമില്ല. ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അപ്പുറം ഇരിക്കുന്നവരൊക്കെ ചർച്ച ചെയ്തത് ആത്മനിഷ്ഠമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഞാൻ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നില്ല. എനിക്ക് എൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ അത് ഈ സന്ദർഭത്തിൽ എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള സമീപനം ഓരോരുത്തരിലുണ്ട്. ഇപ്പോൾ CPIയുടെ പ്രസാദ്, അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ ജബ്ബാർ അവിടെ വിശദീകരിച്ചു. അദ്ദേഹം അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊരു സ്റ്റാൻഡേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ CPIയുടെ കയ്യേറ്റത്തെ സംബന്ധിച്ച് എന്താണ് പ്രസാദിൻ്റെ നിലപാട്? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇന്ന് കാനൻ രാജേന്ദ്രൻ സർവകക്ഷി യോഗത്തിനകത്ത് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് CPIയുടെ ഏത് കയ്യേറ്റം പറയട്ടെ, ഞാനിപ്പോൾ പ്രസാദ് ഞാനൊന്ന് പറയട്ടെ, ഒരുപാട് ചർച്ച നടന്നതാണ്. ഞാൻ അല്ല, ആത്മനിഷ്ഠ അദ്ദേഹം ഭയങ്കരമായ പരിസ്ഥിതി പ്രേമമാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് പ്രത്യേകമായി അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കാം. അഥവാ CPIയുടെ ഒരു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആത്മനിഷ്ഠമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം മാത്രമാണ്. CPIയുടെ അഭിപ്രായമാണോ എനിക്കറിയില്ല. CPIയുടെ നേതാവ് CPIയുടെ അല്ല, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇടപെടല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ പ്രസാദേ. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ ഇന്ന് സർവകക്ഷി യോഗത്തിനുണ്ടായിരുന്നു. ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ അവർക്ക് നീതി ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ സുപ്രീം കോടതിയെ ഗവൺമെൻറ് തന്നെ സമീപിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി പാർട്ടിയാണ് നിങ്ങളുടെ നേതാവ്. എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങി വന്നിട്ട് വേറെ വർത്തമാനം പറയണത്. അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞോളൂ, പഴയ ചരിത്രം പരിശോധിച്ച് അന്വേഷണം ഉണ്ടെങ്കിൽ ബിൽഡറിൽ നിന്നാണ് പിഴ ഈടാക്കേണ്ടതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ബിൽഡറെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും പൊതുഖജനാവിൽ നിന്ന് ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ പറയാൻ അനുവദിക്കൂ പ്രസാദ്, എന്നെ പറയാൻ അനുവദിക്കൂ. പറയാൻ സമയം കിട്ടുമ്പോൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വസ്തുതാപരമാണ്. മറ്റൊരു കാര്യം പ്രധാനമായും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 15 അടി വെള്ളം അവിടെ കയറും 10 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 15 അടി വെള്ളം കായലോരത്ത് അവിടെ കയറുന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരു ബിൽഡിംഗ് നടക്കില്ല. കേരളത്തിൽ പുഴയിലും കയറും വെള്ളം, വെള്ളത്തിലും കയറും. നമ്മൾ അനുഭവിച്ചതാണല്ലോ. 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ വർഷം വീണ്ടും വന്നല്ലോ വെള്ളം. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം, പരിസ്ഥിതിയെ പഴയ പോലെ ലാഘവത്തോടു കൂടി കാണാൻ പാടില്ല. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ മനുഷ്യന് തന്നെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം ജയകുമാറിനെ പോലെ ചാൾസ് ജോർജിനെ പോലെ നിലപാടുള്ളവരൊക്കെ തന്നെയാണ് ഞങ്ങൾ. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓവരവും കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിനെ 2ആയി കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇപ്പോൾ അവരുടെ കാര്യത്തിൽ നിയമം ലംഘിക്കണം, സുപ്രീം കോടതി നിയമം ലംഘിക്കണമെന്ന് പറഞ്ഞല്ല, ലോക കോടതിയിലല്ല പോണേ, അതേ സുപ്രീം കോടതിയിൽ തന്നെ പോയിട്ട് അതിനെ നിയമവിധേയമാക്കാൻ എന്താണ് മാർഗം, അതിനാവശ്യമായിട്ട് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ, കോടതി അന്തിമമായി മറിച്ചൊരു പരിഹാരമാണ് പറയണമെന്നുണ്ടെങ്കിൽ ആലോചിക്കേണ്ടി വരും. സുപ്രീം കോടതിയെ ലംഘിച്ചുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒരു നിയമവാഴ്ചയെ ലംഘിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ കഴിയും. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ഇപ്പോ ഈ സർവകക്ഷി യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഫ്ളാറ്റ് ഉടമകൾ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ. സർവകക്ഷി യോഗത്തിലെ ധാരണ അനുസരിച്ച് കോടതിയോട് പുതിയ ചില കാര്യങ്ങൾ പറഞ്ഞാലും വ്യത്യസ്തമായ സമീപനം കോടതിയിൽ നിന്നുണ്ടാകുമോ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവിടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക്, അതായത് താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവിടെ മുനിസിപ്പാലിറ്റി അഭിപ്രായം തേടിയിരുന്നു. അവിടുത്തെ ഫ്ളാറ്റ് ഉടമകൾ ആരും അതിനോട് പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിലപാടെടുക്കുക സാധ്യമാണോ? സുപ്രീം കോടതിയുടെ നിലപാട് ആത്യന്തികമായി ഇതാണെങ്കിൽ അതിനോട് അനുകൂലിച്ചല്ലേ, അല്ലെങ്കിൽ അതിനെ അനുസരിച്ചല്ലേ പറ്റൂ? ഞാൻ വരാം അങ്ങയിലേക്ക് ശ്രീ ഗോപിനാഥ്. ശ്രീ ഷംസുദ്ദീൻ. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു അപാകത വന്നു പോയത് ഒരു കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായ പെശകാണ്. അതുപോലെ ഞങ്ങൾ അഫക്റ്റഡ് പാർട്ടീസിന്, ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർക്ക് ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ കേൾക്കാനുള്ള ഒരു സാഹചര്യം അവിടെ കിട്ടിയിട്ടില്ല. അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷനാണ്, കടുത്ത മനുഷ്യാവകാശ ലംഘനമാണത്. അത് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ സമരത്തിലൂടെ ഒന്നാമതായിട്ട് ആവശ്യപ്പെട്ടത്. അക്കാര്യത്തിൽ ഗവൺമെൻറ് വ്യക്തമായൊരു തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ മികച്ച അഭിഭാഷകരെ കൊണ്ട് തന്നെ അറ്റോർണി ജനറലിനെ അടക്കമുള്ളവരെ കണ്ടുകൊണ്ട് ഏത് തരത്തിലുള്ള നിയമ നടപടികൾക്കാണ് സാധ്യതയെന്ന് മനസ്സിലാക്കി അത് വേണ്ടതുവണ്ണം ചെയ്തിട്ട് ഈ ബിൽഡിംഗ് പൊളിക്കുന്നത്
തടയുന്നതിന് വേണ്ടി ആവശ്യമായ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താം എന്ന് ഗവൺമെൻറ് ഒരു ഉറപ്പ് നൽകി. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് ഇങ്ങനെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയം തന്നെയാണ്. മാത്രമല്ല, ഞങ്ങളുടെ സമരം വിജയിച്ചതിൻ്റെ കാരണം ഈ നാട്ടിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ള മുഴുവൻ ആളുകളുടെയും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിക്കൊണ്ട് ഈ അബദ്ധം പറ്റിയത്, 3 മെമ്പർ കമ്മിറ്റിയുടെ അബദ്ധം പറ്റിയത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത് നിയമപരമായ ഏരിയയിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം മാറിക്കിട്ടുന്നതാണ്. രണ്ടാമത്, ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് ആ നിയമം ബിൽഡിംഗ് പൊളിച്ചാൽ അതേ സ്ഥലത്ത് ബിൽഡിംഗ് പണിയാം എന്നുള്ള ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ട്, നിയമം അനുശാസിക്കുന്നതുകൊണ്ട്, അത് വെറുതെ ഒന്നും പറയുന്നൊന്നുമല്ല, അത് ആർക്കിടെക്ട്സുകളെ കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ദൂരപരിധിയെല്ലാം ക്ലിയറാണ്. അങ്ങനെ വന്നാൽ അതുണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നം ഇടിച്ചു പൊളിച്ചതിന് ശേഷം പിന്നെ ഒരു ബിൽഡിംഗ് പൊളിയുക എത്രത്തോളം ഈ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ട് ഇത്രയും പാപ്പരത്തിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ പൈസ തന്നെയാണ് ഇതിനെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ നിയമത്തിന്, ഇപ്പോൾ നിലവിലുള്ള നിയമത്തിന് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്താൽ ആ ബിൽഡിങ് റെഗുലറൈസ് ചെയ്യാൻ സാധിക്കും. ബിൽഡിങ് പണിഞ്ഞയാൾ മുനിസിപ്പാലിറ്റിയിലെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ സെക്രട്ടറിയുമായിട്ട് അവിശുദ്ധ ബന്ധം ഉണ്ടാക്കിയാണ് ഇത് സമ്പാദിച്ചതെങ്കിൽ അവർക്കെതിരെ ഫൈൻ കൊടുക്കട്ടെ, അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. ഞങ്ങൾ അവർക്കെതിരെ നടപടിയുമായി അങ്ങനെ ഒരു ആവശ്യം പക്ഷേ ഫ്ളാറ്റ് ഉടമകൾക്കുണ്ടോ ശ്രീ ഷംസുദ്ദീൻ? ഇവിടെ വഞ്ചിക്കപ്പെട്ടത് നിങ്ങളാണെങ്കിൽ വഞ്ചിച്ചത് നിർമ്മാതാക്കളാണല്ലോ, ഈ ബിൽഡേഴ്സ് ആണല്ലോ. അവർക്കെതിരെ ഈ നിമിഷം വരെ ഒരു പരാതി പോവാൻ അതല്ലെങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങളും തയ്യാറായിട്ടില്ലല്ലോ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആര് വഞ്ചിച്ചു? സ്റ്റേറ്റ് അല്ലല്ലോ. വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചത് ബിൽഡേഴ്സ് ആണ്. അത് രണ്ടാം ഘട്ടമാണ്. ഞങ്ങളുടെ ഒന്നാം ഘട്ടം ഞങ്ങൾ കോടതിയിൽ കേൾക്കാത്ത ഞങ്ങളുടെ നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്തതിനെതിരായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽ അത് പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. ശ്രീ സി ജയകുമാർ, ഇതേ മാതിരിയുള്ള മുൻ കേസുകളെ സംബന്ധിച്ച് ഇപ്പോൾ DLFന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ 1 കോടി പിഴ ഈടാക്കിക്കൊണ്ടാണ് ആ നിയമലംഘനത്തെ സാധൂകരിച്ചത്. ആദർശ് അടക്കമുള്ള വൻകിട ഫ്ളാറ്റ് നിർമ്മാണങ്ങൾ നിയമലംഘനം ചൂണ്ടിക്കാണിക്കപ്പെട്ട ഘട്ടങ്ങളിൽ, കോടതികളിൽ പോയ ഘട്ടങ്ങളിൽ പൊളിച്ചു മാറ്റണം എന്ന നില ഉണ്ടായിട്ടില്ല. മറിച്ച് അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ രക്ഷപ്പെട്ടു പോയി. സമാനമായ ഒരു പഴുത് ഇവിടെ എല്ലാ കക്ഷികളും കൂടി പിന്തുണച്ചുകൊണ്ട് സർക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് നിയമവിധേയമായി കെട്ടിടം പണിയാവുന്ന മേഖലയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുപോലെ തന്നെ നേരത്തെ നിയോഗിച്ച 3 അംഗ സമിതി തെറ്റായ ചില ഫൈൻഡിങ്സ് ആണ് നടത്തിയത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാലും സമാനമായ വിധത്തിൽ DLF മാതൃകയിൽ പിഴ ഈടാക്കിക്കൊണ്ടുള്ള ഒരു സാധൂകരണം ഇതിലും നടന്നേക്കാം. ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സമ്മർദ്ദം സർക്കാരുകളിൽ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഭിലാഷ് അതിലേക്കാണ് ഇതിൽ പോകുന്നത്. കാരണം അങ്ങനെ ഒരു കോടതിയിൽ നിന്നുള്ള ഒരു ഇടപാട്, ഒരു ഉത്തരവ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എല്ലാവരും വിൻ ആണ്. അതിൽ തോൽക്കുന്നത് പ്രകൃതി മാത്രമായിരിക്കും, ബാക്കി എല്ലാവർക്കും. കാരണം ആരും, പിന്നെ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ കൂടെ തോൽക്കുന്നുണ്ടാകും. കാരണം അവരാണല്ലോ ഇതിൽ കേരളത്തിൻ്റെ തീരത്ത് ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്കാണ്. അപ്പോൾ അവരുടെ നീതിയേക്കാളും കുറച്ചുകൂടെ ഉയർന്ന നീതി ലഭിക്കേണ്ട ആൾക്കാരാണ് ഇവർ. എനിക്ക് തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ മുഴുവൻ മരടിലെ ഫ്ലാറ്റ് ഉടമകളോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ പറയുന്നത് വളരെ ഒരു വല്ലാത്തൊരു പത്മവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ് അവർ. ആ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുമുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പഴുതുകളാണ് ഏറ്റവും മികച്ച നിയമവിദഗ്ധനും ഏറ്റവും, കാരണം അതിൽ സർക്കാരിന് ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇത്രയധികം സർക്കാർ അതിനെ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റുമായിരിക്കും. പക്ഷേ അത് പറയുമ്പോഴും ഒരുപക്ഷെ ഇതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമുള്ളത്, ഇതിൽ നാച്ചുറൽ ജസ്റ്റിസ് ഒന്നുമില്ല. ചിലർക്ക് തെറ്റുപറ്റി, അത് എന്തുകൊണ്ട് തെറ്റുപറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഞാൻ ആളല്ല, എൻ്റെ വിഷയം അതല്ല. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളത്, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പൊതുവേ നമ്മുടെ ഒരു സമീപനമുണ്ട്. അതുള്ളത് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഉറക്കെ ശബ്ദിക്കാൻ പറ്റാത്ത, അത്രയധികം സംഘടിച്ച് ബഹളം ഉണ്ടാക്കാൻ പറ്റാത്ത എല്ലാ ആൾക്കാർക്കും, ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ലാത്ത എല്ലാവരും തോറ്റു കൊടുക്കേണ്ടവരും, അത്തരത്തിൽ കപ്പാസിറ്റിയുള്ള എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് അന്യം നിന്ന് പോകുന്ന, ഇന്ന് 2030 ആകുമ്പോഴേക്കും ഒരു ദിവസം 200 സ്പീഷീസുകൾ വംശനാശം സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് കാണുന്നത്. ഒരുപക്ഷെ ആ ഒരു വല്ലാത്തൊരു സ്വാഭാവിക നീതി, നേരത്തെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പറഞ്ഞ ഒരു സ്വാഭാവിക നീതി കൊച്ചിയിലേക്ക് ഒരു 50 വർഷം കൊണ്ടുവരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കാണാം. ഒരുപക്ഷെ ഇതിൽ പെട്ടുപോകുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള, സംസാരിക്കാൻ
അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. അത് പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവിക ഒരു നീതി വ്യവസ്ഥ ഉണ്ടാകുക. ആ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ വലിയൊരു പരാജയമാണ് മരട് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇതിലൊരു വല്ലാത്തൊരു പ്രതിസന്ധി, ഞാൻ സർക്കാരിനെയോ അല്ലെങ്കിൽ ബിൽഡേഴ്സിനെയോ ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ നിൽക്കില്ല. കാരണം ഇത് മനുഷ്യൻ്റെ പരാജയമാണ്. ആ പരാജയത്തിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയുന്നത്, എന്ത് പോയിന്റാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നമുക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ഭൂമിയെ തിരിച്ചു പിടിക്കാനായിട്ട് സമരം ചെയ്യാമെന്ന് ഒരു 16 വയസ്സുകാരി പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും കൂടെ തയ്യാറാകുക എന്നുള്ളതാണ് ഈ കേസിലെ സ്വാഭാവിക നീതി. ശരി, ശ്രീ ചാൾസ് ജോർജ്, ഇപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ ഭാഷ പറഞ്ഞുകൊണ്ടാണ് സർക്കാരും പ്രതിപക്ഷവും ഫ്ളാറ്റ് ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. സമാനമായ മനുഷ്യാവകാശം വികസന പദ്ധതികളുടെ പേരിൽ കുടിയിറക്കേണ്ട ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം നമ്മുടെ ചരിത്രത്തിൽ സംശയാസ്പദമായി നിൽക്കുന്നു. എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇതിന് ഒരു 4-5 കിലോമീറ്റർ അല്ലെങ്കിൽ 8-10 കിലോമീറ്റർ അപ്പുറത്താണ് മൂലമ്പള്ളി. അവിടെ എങ്ങനെയാണ് ഭരണകൂടം 4 വരി പാതയ്ക്ക് വേണ്ടി ആളുകളെ കുടിയിറക്കിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടി ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിൽ പ്രതിഷേധമുള്ള ആളുകളെ എങ്ങനെ കുടിയിറക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരായുസിൻ്റെ മുഴുവൻ സമ്പാദ്യം കൊണ്ട് സ്വരുക്കൂട്ടിയ സ്വത്ത് എന്ന പരിഗണന എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന നമ്മുടെ വർത്തമാനകാല അനുഭവം കൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ ഫ്ളാറ്റ് ഉടമകളും അവർക്കൊപ്പം നിന്ന ആളുകളും നടത്തിയിട്ടുള്ള സമ്മർദ്ദം വിജയിക്കുകയാണ് എന്ന തോന്നലുണ്ടാവുന്നുണ്ടോ? പിന്നെ അതുണ്ടാതിരിക്കുന്നില്ലല്ലോ. ഇതിലുള്ളൊരു പ്രശ്നം സ്വാഭാവിക നീതിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഈ ചട്ടികലങ്ങൾ പുറത്തെടുത്തെറിയപ്പെടുന്ന, നിരാധാരരാക്കപ്പെടുന്ന ഫ്ലാറ്റ് ഉടമകളാകട്ടെ, മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങൾ അവരുടെ കൂടെയാണ്, ഗവൺമെൻറ് അവരുടെ കൂടെയാണ്, അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നിയമങ്ങൾ പരിഷ്കരിച്ച് ഏറ്റവും ഒടുവിൽ ഷംസുദ്ദീൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാനുണ്ട്. ഇനി അതേ സ്ഥാനം ഇപ്പോഴും ആ തെറ്റ് ആവർത്തിക്കുകയാണ്. നിയമം എന്ത് പറഞ്ഞിരിക്കുന്നു? എൻ്റെ അഭിലാഷ നിയമത്തിൽ 4 സോണുകൾ പറഞ്ഞിരിക്കുന്നു. ഈ 4 സോണിൻ്റെയും നിയമപരമായ ലംഘനമാണ് നടക്കുന്നത്. ഷംസുദ്ദീൻ വക്കീലാണ്. നിയമം എന്താണ്, വ്യാഖ്യാനം എന്താണ്? ഖുർആൻ ഒന്ന്, ഹദീസ് പലത്, വ്യാഖ്യാനം പലത്, അതിൻ്റെ നടപ്പാക്കൽ വിപരീതം മുസ്ലിം രാജ്യങ്ങളിൽ കാണുന്നതാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിയമം പച്ചയായിട്ട് പറഞ്ഞാൽ 1990 നമ്മുടെ മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ആരാണ് മുകളിലിരുന്ന് കാണുന്നത്? ഗൂഗിൾ എർത്താണ്. നിങ്ങൾ എടുത്തു നോക്കൂ. 1991 ഈ പ്രദേശം എന്തായിരുന്നു? 2007 എന്തായിരുന്നു? 2014 നിയമം പുതുക്കുമ്പോൾ എന്തായിരുന്നു? 19 എന്തായിരുന്നു? ഇത് നോക്കിയാൽ വളരെ വ്യക്തമാണ്. കോടതി വെറുതെ ബ്ലൈൻഡായിട്ട് നിയമം പറഞ്ഞിട്ടുള്ളതല്ല. ഇതെല്ലാം പരിശോധിച്ചാണ് കോടതി പറഞ്ഞത്. മറ്റൊരു വാക്കുണ്ട്, പൊള്യൂട്ടർ പേ എന്നതോടൊപ്പം തന്നെ കവൈ ടെംപ്റ്റർ എന്നൊരു വാക്ക് കൂടിയുണ്ട്. ഒരു സ്ഥലം മേടിക്കുന്നയാൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ബിവെയർനെസ്, അതിൻ്റെ ബോധ്യമുണ്ടായിരിക്കണം എന്ന് കൂടിയുണ്ട്. ബോധ്യപ്പെടാണ്ട് ചിലപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ന്യായമായ പരിഹാരത്തിന് ആവശ്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം നിയമപരമായ നിയമദൃഷ്ടിയിൽ കോടതി വിധി ഫുൾ പ്രൂഫാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, പുതിയ നിയമം വന്നിട്ടുണ്ട്. പുതിയ നിയമം എന്താണ്? നരേന്ദ്രമോദി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് പുതിയ നിയമം വന്നിരിക്കുന്നത്. വരും നാളുകൾ ഉണ്ടാകുമ്പോൾ ദുരന്തം കൂടി കാണണം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് സാഗർമാല പദ്ധതി വരികയാണ്. 6 തുറമുഖങ്ങൾ, 555 കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങൾ തീർത്ത് വരുന്നു. അതുപോലെ തന്നെ 12 കോസ്റ്റൽ റെഗുലേഷൻ സോണുകൾ, ഡെവലപ്മെൻറ്റ് സോണുകൾ, 14 കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് ടൂറിസ്റ്റ് ഏരിയകൾ, 6 തുറമുഖങ്ങൾ, 2000 കിലോമീറ്റർ റോഡുകൾ. എവിടെ മത്സ്യത്തൊഴിലാളികൾ? അവരൊക്കെ ജലമുഖത്ത് വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ് അഥവാ കുടിലുകളിൽ താമസിക്കുന്നവരാണ്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ വലിയ തുറയിൽ തകർന്ന വീടിന് മുമ്പിൽ നിന്നാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത്. അവരുടെ ആവലാധികാരികൾക്കും 10 ലക്ഷത്തോളം വരുന്ന ലണ്ടൻ നിവാസികളുടെ മലം ചുമക്കേണ്ടവളല്ല തേംസ് നദി എന്ന് ക്രോധത്തോടെ പറഞ്ഞ കാൾ മാർക്സിൻ്റെ അവശേഷിക്കുന്ന പിന്മുറക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്ക് ജനതയോട് പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണം, പരിസ്ഥിതിയോട് പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണം. 2 പ്രളയത്തിൽ നിന്ന് നാം എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ചുക്കും പഠിച്ചില്ല എന്നതാണ് നമ്മുടെ ഉത്തരം. മലയോരത്ത് നാം അത് കാണുന്നു, കാടലോരത്ത് നാം അത് കാണുന്നു. 3 ദിവസം തുടർച്ചയായി ഈ ജില്ലയിലെ പുതുവൈപ്പ് നിവാസികളെ ലാത്തിച്ചാർജ് ചെയ്തു. എന്നിട്ട് ചർച്ചയ്ക്ക് വിളിച്ച് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ അതൊരു മോശം മെസ്സേജാണ് ഉണ്ടാക്കുക. ആർക്കാണ് മോശം മെസ്സേജ്? ഡെവലപ്മെൻറ്റിൻ്റെ ജീനി കെട്ടിയ കുതിര പോലെയല്ല ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനം പോകേണ്ടത്. പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിൽ സോൺ 4 ആണ് നമ്മൾ. ശരി, കേരളം ഒരു തുരുത്താണ്, അതിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. അതേസമയം ജനങ്ങൾക്ക് അവരുടെ ആവാസ സംരക്ഷണവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജബ്ബാർ, നോക്കൂ, ഇപ്പോൾ
തീരദേശ സംരക്ഷണ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ട എന്നാണെങ്കിൽ, വിവിധ കാരണങ്ങൾ പറഞ്ഞ് നിയമലംഘനങ്ങൾ സാധൂകരിക്കപ്പെടും എന്നാണെങ്കിൽ, നാളെ ആര് ഈ സിസ്റ്റത്തെ, ഈ നിയമത്തെ വകവയ്ക്കും? പിന്നെ എന്താണ് കോസ്റ്റൽ സോൺ റെഗുലേഷൻ്റെ പ്രസക്തി? അതിൻ്റെ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് പിന്നെ എന്ത് വിലയുണ്ടാകും? ഇപ്പോൾ അവർ കോടതിയിൽ പോയി വാങ്ങിച്ചിട്ടുള്ള ഉത്തരവാണ്. ഈ കോസ്റ്റൽ റെഗുലേഷൻ സോണുകളോ അവയുടെ ചട്ടങ്ങളോ നിയമങ്ങളോ ഒക്കെ വളരെ അനായാസം മറികടക്കാൻ കഴിയുന്നവയാണെങ്കിൽ പിന്നെ അതിൻ്റെ തന്നെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടില്ലേ? അഭിലാഷേ, ഇത് നിയമം പാലിക്കപ്പെടേണ്ട എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിയമം പാലിക്കണം എന്ന് പറയുന്നതാണ്. ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധിയോടും ഞങ്ങൾ വിയോജിപ്പ് പറയുന്നില്ല. കാരണം അവിടെ ഒന്ന് പരിശോധിക്കണം. മരട് നഗരസഭയിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഫ്ളാറ്റുകൾ ഏത് കാലത്താണെന്നും ആര് മുഖാന്തരമാണെന്നും ആരാണ് ഇതിന് ഓക്യുപ്പൻസി നമ്പറും കൊടുക്കാൻ ഉത്തരവിട്ടതെന്നും ആലോചിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, 2010 ശ്രീ അഡ്വക്കേറ്റ് ദേവരാജന്റെ നേതൃത്വത്തിൽ പുതിയ നഗരസഭ വന്ന സമയത്ത് UDFന്റെ താമസം വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിന് സ്റ്റോപ്പ് അമ്പ് കൊടുപ്പിച്ചാണ് അന്നത്തെ ചെയർമാൻ. ഇതെല്ലാം അതുപോലെ തന്നെ കോടതികളാണ് കൊടുത്തിരിക്കുന്നത്. നഗരസഭ ഇന്നും ഞാൻ പറയുന്നു, നഗരസഭ ഇത്തരം ഇത് പാലിക്കാതെ ഒരു പെർമിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവരെല്ലാം ശരിക്കും ഈ ഫ്ളാറ്റ് പൊളിച്ചാൽ, സുപ്രീം കോടതി തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൽ പറയുന്നു, ഇത് പൊളിച്ചാൽ അവിടെ വക്കീലന്മാർ പറഞ്ഞു ഇപ്പോൾ CR2 ആണ് പെർമിറ്റ് കൊടുക്കേണ്ടത്, ഇപ്പോൾ പൊളിക്കൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞ ചാൾസ് സ്നേഹിതൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്പറിട്ട കെട്ടിടമുണ്ട്. അവരുടെ ആ ലൈൻ അതിർത്തിയിൽ പഴയകാല നമ്പറിട്ട കെട്ടിടമുണ്ട്. കായലോരം അപ്പാർട്ട്മെന്റ്, അവിടെ റോഡുണ്ട്, ഈ പറഞ്ഞ വർഷത്തിന് മുമ്പുള്ള റോഡുണ്ട്. ഇതെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഈ പൊളിച്ചാലുണ്ടാകുന്ന ഈ 350 കുടുംബത്തെ മാത്രമല്ല നമ്മൾ പറയുന്നത് അവിടെ ജനിച്ചു വളർന്ന ഏതാണ്ട് സാധാരണക്കാരായ 100-400 കുടുംബങ്ങൾ ഇതിൽ ബലിയാടക്കപ്പെടും. ഇവിടെ ബലിയാടക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ തന്നെ അതിന്റെ പ്രശ്നമുണ്ടല്ലോ ശ്രീ ജബ്ബാർ. എന്തിന് നിങ്ങളുടെ ഭരണസമിതി വന്നപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു? നിയമലംഘനം ഉണ്ടായതുകൊണ്ട് കൊടുത്തു. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ സ്റ്റോപ്പ് മെമ്മോ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് പിന്നീട് ആ ഒക്യുപ്പൻസി കൊടുക്കേണ്ടി വന്നതെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു നിയമലംഘനം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. അതിനുശേഷം ഈ KCZMA സുപ്രീം കോടതിയിൽ പോയി. ഒരു കക്ഷിയായി നിങ്ങൾ പോയില്ല. അപ്പോൾ നിയമലംഘനം ഉണ്ടായ ഒരു കാര്യത്തിൽ നീതിക്ക് വേണ്ടിയിട്ടാണല്ലോ സുപ്രീം കോടതിയിൽ പോയി അത് സാധ്യമാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നിയമ നടപടി തുടങ്ങി വെച്ച നിങ്ങൾ തന്നെ 350 കുടുംബങ്ങളുണ്ടല്ലോ പ്രശ്നമല്ലേ എന്ന് പറയുന്നതിൽ എന്ത് കഥ? അല്ല, ഞാൻ പറയുന്നത് ക്ലിയർ ചെയ്ത് തരാം. 350 കുടുംബങ്ങളെ ഫ്ളാറ്റിലെ കുടുംബങ്ങളുടെ കാര്യമല്ല ആദ്യം പറഞ്ഞത്. അവിടെ താമസിക്കുന്ന ജനിച്ചു വളർന്ന ആളുകളുടെ വികാരം, അവിടെ താമസിക്കുന്നവർ, ഈ പറയുന്ന ഈ തൽപര കക്ഷികളുടെ ഇത് ബിൽഡിംഗ് വിളിക്കുന്നതിന് വേണ്ടി അവരുടെ ഡിമാൻഡ് പറയണം. 750 മീറ്റർ ചുരുങ്ങിയത് അത് ചുറ്റുമുള്ള ആളുകളെ മാറ്റണം. അതിൽ 200-250 ചുറ്റുമുള്ള വീടുകൾക്ക് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാം. ഇതെല്ലാം പരിശോധിക്കണം നമ്മൾ. അല്ലാതെ ഇവരെ അവിടെ ഫ്ളാറ്റ് പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല. എല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു വിധി നടപ്പിലാക്കാൻ. അത്രേ പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ടല്ല നഗരസഭ പറയുന്നത്. ഇപ്പോൾ നഗരസഭ കൊടുത്തിരിക്കുന്ന നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി സർക്കാർ ഉത്തരവും. ശ്രീ കെ എൻ ഗോപിനാഥ്, രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, സുപ്രീം കോടതി ഉത്തരവ് എന്നുള്ളത് കല്ലെ പിളർക്കാത്ത ശാസനയാണ്, അത് പാലിക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിന് വേറെ ഒന്നും ഇല്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിന് ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, തീരദേശ നിയമം വയലേറ്റ് ചെയ്യുന്ന കേസുകൾക്ക് സമ്മർദ്ദം മൂലം ഇളവുകൾ കൊടുക്കുകയാണ് എങ്കിൽ അതൊരു കീഴ്വഴക്കമായി വരും. അങ്ങനെ പലതും കണ്ണടക്കേണ്ടി വരും. അങ്ങനെ കണ്ണടക്കുക എന്നുള്ളതാണോ നയം? അഭിലാഷേ, ഒന്ന് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത്, നിലവിൽ സംസ്ഥാനത്തെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് 4 കോടി രൂപയിൽ, എൻ്റെ ഒരു അറിവാണ് അത്, ആ 4 കോടി രൂപയിൽ കൂടുതൽ എസ്റ്റിമേറ്റ് വരുന്ന ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ അനുവാദം കൊടുക്കാൻ വകുപ്പില്ല നിലവിൽ. അത് CTPയുടെ സാങ്ഷൻ വേണം. CTP ഈ ഫ്ലാറ്റുകളൊക്കെ പണിത സന്ദർഭത്തിൽ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അതും കൂടിയുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ മാത്രമല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അങ്ങനെയുണ്ട് ചിലത്. 4 കോടിക്ക് താഴെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ കൊടുക്കാം. ആ കാലഘട്ടത്തിൽ തന്നെ ടൗൺ പ്ലാനിംഗ് വിജിലൻസ് ഇക്കാര്യത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ആ കാലത്ത് നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്.
ആയിരിക്കാം, ഇങ്ങനെ ഒരു സംവിധാനം ആയിരിക്കാമല്ല, അതെ. കേരളം ഭരിക്കുന്ന ആരാണെങ്കിലും വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി നിങ്ങളാണ് കേരളം ഭരിക്കുന്നത്. അന്ന് ടൗൺ പ്ലാനിംഗ് വിജിലൻസ് ഇക്കാര്യത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നതും മറ്റുമൊക്കെ. പറഞ്ഞു. അതിനകത്ത് അവരുടെ പേര് പരാമർശിച്ചു എന്നുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഇവിടെ കുറ്റം ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം CPIM-നും ഇല്ല, എനിക്കും ഇല്ല. CPM-ൻ്റെ നിലപാട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായി ആ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് അദ്ദേഹം വാർത്താസമ്മേളനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരള ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കോടതിയെ മറികടന്നുകൊണ്ടൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമവാഴ്ചയെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ ചെയ്യാൻ കഴിയുക? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും സുപ്രീം കോടതിയുടെ വിധിയെ പോലും ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ശബരിമലയുടെ വിഷയത്തിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു അടച്ച് ജനറലൈസ് ചെയ്ത് വർത്തമാനം പറയരുത്. കോടതി വിധികൾ അനുകൂലമാകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ സ്വാഗതം ചെയ്യും, ചിലപ്പോൾ എതിരാകുമ്പോൾ പറയും. പക്ഷേ ഒരു ഗവൺമെൻറ്റിന് കോടതി വിധി പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അത് പിണറായി വിജയൻ CPM-ൻ്റെ നേതാവാണെന്നുള്ളതുകൊണ്ട് കോടതി വിധി പാലിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് ജനറലൈസ് ചെയ്ത് കാര്യം ഉണ്ടാവരുത്. മറ്റൊരു കാര്യം അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ചു, മൂലമ്പള്ളിയും കിനാലൂരും ഒക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട വേറെ ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം പൊതുവായുള്ള ആവശ്യത്തിന്, മരട് ഫ്ലാറ്റിൻ്റെ കാര്യം പോലെ അല്ലാതെ പൊതുവായൊരു ആവശ്യത്തിന് വേണ്ടി മതിയായ കോമ്പൻസേഷനും പാക്കേജൊക്കെ അടക്കം കൊടുത്തുകൊണ്ട്, എന്നാൽ പോലും അവിടെ നിന്ന് ഒഴിയുന്നവരുടെ ദുരിതം വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പലരും സഹകരിക്കുകയാണ്, ചിലതിൽ പ്രതിഷേധം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഒഴിപ്പിക്കലെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് മറ്റുള്ള സ്ഥലത്തെല്ലാം മനസ്സിലാക്കുന്നവർ ഇവിടെ മരട് ഫ്ലാറ്റിലെ നിവാസികൾ മാത്രം അങ്ങോട്ട് ഒഴിഞ്ഞു പൊക്കോളണം. ഒരു നിമിഷം സ്ഥലം MLA കൂടിയായ ശ്രീ M. സ്വരാജ് ടെലിഫോൺ ലൈനിൽ. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങയിലേക്ക് സമയം ഉണ്ടെങ്കിൽ എന്നാ വേഗം പറ. അല്ല, ഒറ്റ കാര്യമുള്ളൂ. CRZ നിയമം, അതുപോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഇതെല്ലാം കേരളത്തിനകത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പാക്കാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയാണ്. റീബിൽഡ് കേരളയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, CPM-ന് വേണ്ടി കേരളത്തിൽ തീരപ്രദേശത്തും മലയോര പ്രദേശത്തും ഒരേ തരത്തിലുള്ള ബിൽഡിംഗ് റൂളുകളാണോ വേണ്ടതെന്നുള്ളത് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സീരിയസ് ആവാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയാണ്. മനസ്സിലായില്ലേ? ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ശരി, ആവട്ടെ. ശ്രീ M. സ്വരാജ്, എന്താണ് ഇനി മുമ്പിലുള്ളത്? ഇപ്പോൾ ഫ്ളാറ്റ് ഉടമകൾ അവരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. സർവകക്ഷി യോഗം ചേർന്ന് ഫ്ളാറ്റ് ഉടമകൾക്ക് അനുകൂലമായ സമീപനം സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ. ഏറെക്കുറെ എല്ലാ കക്ഷികളുടെയും മാൻഡേറ്റ് അതിന് ഉണ്ട് താനും. ഈ പ്രശ്നം ഒരു സമവായത്തിലൂടെയോ അതല്ലെങ്കിൽ ഫ്ലാറ്റ് പൊളിക്കാതെ അവരുടെ ആവാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന അവസ്ഥ സംജാതമാകുമോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? അല്ല, അക്കാര്യത്തിൽ അന്തിമമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, ഫ്ലാറ്റ് പൊളിക്കാതൊന്നും പ്രായോഗികമല്ല. നമ്മൾ അതിന്റെ പ്രായോഗികതയൊക്കെ നോക്കണ്ടേ. ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പൊ അവിടെ ഈ സമരകേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, H2O എന്ന് പറയുന്ന ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിന്റെ തൊട്ട് മുന്നിലൂടെയാണ് BPCL-ലേക്കുള്ള പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. ആ ഫ്ലാറ്റിന്റെ മുൻപിലാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത്ര വലിയൊരു ബിൽഡിങ്, അതും 67 മീറ്ററോളം ഭൂമിക്ക് അടിയിലേക്ക് പൈൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ് പൊളിക്കുക എന്ന് പറയുന്നതൊന്നും പ്രായോഗികമല്ല. നമ്മൾ അതിന്റെ പ്രായോഗികതയൊക്കെ കാണണ്ടേ. പിന്നെ ഇത് സംബന്ധിച്ച് പ്രാഥമികമായി തന്നെ കിട്ടുന്ന വിവരം, ഈ കെട്ടിടങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തെക്കാൾ വളരെ കൂടുതലാണ് ഇത് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കേണ്ടതായി വരും. പിന്നെ സുപ്രീം കോടതിയുടെ വിധിയാണ്, ആ വിധി അന്തിമമായിട്ടുള്ള വിധിയാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മുൻപാകെ തെറ്റുതിരുത്തൽ ഹർജി കൊടുക്കാൻ അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഈ സോൺ റീഡിഫൈൻ ചെയ്തതിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ചെലുത്തണം എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും ആ ഫ്ളാറ്റിലെ അന്തേവാസികളായ ആളുകൾക്ക് നീതി ലഭിക്കുന്ന തരത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നതാണ് പൊതുവായ വികാരം. അതിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് നിയമാനുസൃതമായി, നിയമപരമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് സർക്കാരും എല്ലാവരും ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അത് ആ വഴിക്ക് നോക്കാം. ശരി. ശ്രീ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, നോക്കൂ, ഈ പറഞ്ഞത് മാതിരി റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഇതിനെ സോൺ 2 ആയി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി മുൻപാകെ വയ്ക്കും. പക്ഷേ അത്
അംഗീകരിക്കപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. ജസ്റ്റിസ് അരുൺ മിശ്ര കഴിഞ്ഞ തവണ വളരെ രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തിയത് താങ്കൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇമാതിരി വാദങ്ങളുമായി അങ്ങോട്ട് ചെന്നാൽ അത് അംഗീകരിക്കപ്പെടണമെന്നില്ല. സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും അന്തിമ വിധി ഫ്ലാറ്റ് പൊളിക്കുക എന്നുള്ളതാണ് എങ്കിൽ പുനരധിവാസം ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു സീരിയസ് ആയ ആവശ്യം ഈ ഫ്ലാറ്റ് ഉടമകളെ സംബന്ധിച്ചുണ്ടോ? അല്ല, അതിപ്പം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും താമസിക്കാൻ ഒരിടം വേണമല്ലോ. ഞങ്ങൾ വേറെ റോഡിൽ പോയി കിടക്കാനൊന്നും കഴിയില്ലല്ലോ. ഞങ്ങളുടെ വീട് പൊളിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് റോഡിൽ കിടക്കാൻ പറ്റില്ല. അതിനന്നേരം ഞങ്ങൾ ആലോചിക്കും. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാവില്ല എന്നുള്ള ഒരു മുൻവിധിയോടെ നമുക്ക് കാണാൻ പറ്റില്ല. എത്രയോ കേസിൽ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കേസിൽ ആ ജഡ്ജ്മെൻറ്റ് റീകോൾ ചെയ്ത എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് റീകോൾ ചെയ്ത എത്രയോ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും സാഹചര്യമുണ്ട്. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഏറ്റവും വലിയ തെറ്റുകാരനെന്ന് പറയുന്നത് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. കാരണം അവർ യാതൊന്നും പഠിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. 1996 ഈ നിയമം നടപ്പാക്കി അവർ ക്ലാസിഫിക്കേഷൻ നടത്തി കേന്ദ്ര ഗവൺമെൻറ് അയച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. കാരണം പഞ്ചായത്തിനെ മൊത്തം CRZ 3 ആക്കിയും മുനിസിപ്പാലിറ്റിയെ മൊത്തം CRZ 2 ആക്കിയും കൊണ്ടാണ് അവർ കൊടുത്തത്. അങ്ങനെയല്ല, പഞ്ചായത്തിൽ ഡെവലപ്ഡ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഡെവലപ്ഡ് ഏരിയ ഉള്ള സ്ഥലങ്ങൾ ബിൽഡബിൾ ഏരിയ 50% കൂടുതലുള്ള സ്ഥലങ്ങൾ ആണെങ്കിൽ അത് CRZ 2 തന്നെ കൊടുക്കണം. പഞ്ചായത്താണെന്ന് നോക്കരുത്. ഈ മുനിസിപ്പാലിറ്റിയെ നമ്മുടെ മരട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അന്ന് തന്നെ അത് സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയ എന്നാണ്. അത് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. മാത്രമല്ല, ചീഫ് ടൗൺ പ്ലാനർ തിരുവനന്തപുരത്തുനിന്ന് രാജാറാം എന്ന് പറയുന്ന വ്യക്തി 2006 മരട് മുനിസിപ്പാലിറ്റി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് CRZ 2 ആണിത് എന്ന് പറഞ്ഞ് അവർക്ക് റിപ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും സുപ്രീം കോടതിയെ ബോധിപ്പിച്ചാൽ അനുകൂലമായ ഉത്തരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വരട്ടെ. മരട് ഫ്ളാറ്റിന്റെ കാര്യത്തിലെ വിവാദങ്ങൾ അവസാനിക്കില്ല. അടുത്തെങ്ങും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ശ്രീ ജബ്ബാർ, ശ്രീ ചാൾസ് ജോർജ്, ശ്രീ കെൻ ഗോപിനാഥ്, ശ്രീ C. ജയകുമാർ, ശ്രീ M. സ്വരാജ്, ശ്രീ പ്രസാദ്.